നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. നമുക്ക് തിരുവനന്തപുരം വിളപ്പിൽശാല. കഴിഞ്ഞ ദിവസം ഈ വിളപ്പിൽശാല വാർത്തകളിൽ നിറഞ്ഞത് അവിടുത്തെ ആശുപത്രിയുടെ അനാസ്ഥ എന്ന ആരോപണത്തിലാണെങ്കിൽ ഇന്ന് വിളപ്പിൽശാലയിൽ രണ്ടാം ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് വാർത്ത. പേയാട് അരുവിപ്പുറം രതീഷ് ഹൌസിൽ താമസിച്ചിരുന്ന വിദ്യാചന്ദ്രനാണ് മരിച്ചത്. പ്രതി രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നേരത്തെ വിവാഹിതയായിരുന്ന വിദ്യ കുറച്ചു വർഷങ്ങളായി രതീഷിനൊപ്പമായിരുന്നു താമസം. രതീഷ് നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് വിളപ്പിൽശാല പോലീസ് പറഞ്ഞു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, പ്രാഥമികമായി ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ യുവതി, അതായത് മുൻപ് വിവാഹം കഴിഞ്ഞിരുന്നു, അതിനുശേഷം രതീഷുമായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വാക്കുതർക്കമടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ പിണങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് രതീഷ് ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം ഉണ്ടാകുന്നു, മർദ്ദിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഈ ഒരു യുവതി മരണത്തിന് കീഴടങ്ങുന്നത്. ഈ ഒരു വിവരം പുറത്തറിയിക്കുന്നത് ഭർത്താവ് തന്നെയാണ്. രതീഷാണ് സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നത്. സുഹൃത്തുക്കൾ ഈ രതീഷ് വിളിച്ച സുഹൃത്തുക്കൾ മറ്റുള്ളവരെയും അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഈ ഒരു യുവതി, അതായത് ദിവ്യ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് അടക്കം മാറ്റുകയായിരുന്നു. ഒരു യുവതി, അതായത് ഇത്തരത്തിൽ, അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നം, അതായത് ഇതിന് മുൻപും ഇത് സ്ഥിരമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ഇവർ തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപ് വിവാഹം കഴിച്ച യുവതിയാണ് അവിടെ നിന്നും മാറി, അതായത് രണ്ടാം ഭർത്താവാണ് ഇപ്പോൾ രതീഷ്. അവരുമായിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങൾ കാരണം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിന് മുൻപും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അത് പറഞ്ഞ് അവസാനിപ്പിച്ച് വീണ്ടും ഇവർ ഒന്നിച്ച് താമസിക്കുകയും പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയും അത് മർദ്ദനത്തിലേക്കും തുടർന്ന് ഈ യുവതിയുടെ മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതിനു മുൻപ് രതീഷ് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളെ അറിയിക്കുകയും അതുവഴി പോലീസ് അറിയിക്കുകയും തുടർന്ന് യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രതീഷ് പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്ഥിരമായി ഉണ്ടാകുന്നൊരു തർക്കത്തിൽ കൂടുതൽ, അതായത് മർദ്ദനത്തിലേക്ക് എത്തുകയും അത് കൂടുതൽ ഗുരുതരമായി, അതായത് ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മർദ്ദനം എത്തുകയും അങ്ങനെ യുവതിക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ഇയാൾ, ഈ രതീഷ് സ്ഥിരം മദ്യപാനിയാണ്, ഒപ്പം ഇയാൾ മറ്റ് കേസുകളിലും പ്രതിയാണെന്നൊക്കെ അറിയുന്നു. ഇയാളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ ഒരു കേസുമായി മാത്രം ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് മുൻപും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോലീസിൽ അറിയിച്ചില്ല, അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് എത്തിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ സ്ഥിരം മദ്യപാനിയാണ്, മാത്രമല്ല ഈ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റൊരു വിവാഹത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരു യുവതിയാണ്. അങ്ങനെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കങ്ങളാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ മദ്യപാനശീലമുണ്ട്, സ്ഥിരം മദ്യപാനിയാണ്. ആ ഒരു മദ്യലഹരിയിലാണോ ഈ ഒരു കൃത്യം നടത്തിയത്? അത്തരത്തിലൊരു മദ്യലഹരിയിൽ ഉണ്ടായ വാക്കുതർക്കത്തിൽ നിന്നും മർദ്ദനത്തിലേക്കും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തതാണോ എന്ന് അറിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ വീട്ടിലേക്ക് DYSP അടക്കം എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇതിനു മുൻപ് ഈ ഒരു യുവതിയെ മർദ്ദിക്കുന്ന, അതായത് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നടക്കം പരിശോധിക്കണം. കാരണം മുൻപ് ഇങ്ങനെ അസ്വാരസ്യപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ മുൻപും ഇത്തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായി ഭാര്യയെ ഉപദ്രവിക്കുന്ന, ഈ ഒരു യുവതിയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണോ എന്നടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇയാളുടെ ഒരു പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. സ്ഥിരം മദ്യപാനി എന്നാണ് ഇപ്പോൾ ഒരു സമീപവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നൊരു വിവരം. അതിനൊപ്പം തന്നെ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള, അതായത് മുൻപ് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു യുവാവാണോ ഈ രതീഷ് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അതിനിടയിൽ പോലീസ് അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേഹോപദ്രവം, അതായത് കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു കൃത്യമാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. അതല്ല മർദ്ദിക്കുന്നതിനിടയിൽ നടന്ന ഒരു സംഭവമാണോ എന്ന കാര്യത്തിലും പോലീസ് കൃത്യമായ അന്വേഷണം, അത് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളും ഒപ്പം ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇയാൾ സ്ഥിരം മദ്യപാനി എന്നാണ്. മാത്രമല്ല ഭാര്യയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട്. ആ കാര്യം ഇപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണമാണ് നടക്കുന്നത്. ഇത് മനഃപൂർവ്വം നടത്തിയ ഒരു കൊലയാണോ എന്ന കാര്യത്തിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം ഫോറൻസിക് പരിശോധനയുടെ ഫലം വന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ശ്രീജ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? സാരംഗ്, ഈ സമീപവാസികളുമൊക്കെയായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? സമീപവാസികളൊക്കെ ഇവർ തമ്മിലുള്ള സ്ഥിരം വഴക്കിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്?
ഈ ഒരു വിവരം സമീപവാസികളല്ല തുടക്കത്തിൽ അറിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴിയാണ് ഈ ഒരു വിവരം പിന്നീട് പുറം ലോകം അറിയുന്നത്. പിന്നീട് പോലീസ് വഴിയാണ് പിന്നീട് ഈ ഒരു സംഭവം പുറം ലോകം അറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് മുൻപും ഒരു സമീപവാസികളടക്കം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപും ഇവർ തമ്മിലുള്ള തർക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര കണ്ട രീതിയിലേക്ക് ഗുരുതരമായ രീതിയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള വാക്തർക്കങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാര്യയെ ഇതിന് മുൻപും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഈ യുവതി ഇവിടെ നിന്നും മാറി താമസിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് രതീഷ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ നിന്നും അതായത് പിന്നീട് ഈ യുവതിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഈ ഒരു മദ്യപാനത്തെ തുടർന്നുള്ളൊരു സംഭവമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സമീപവാസികൾ പറയുന്നത് ഇവർ തമ്മിലുള്ള വഴക്ക് സ്ഥിരമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയൊരു കയ്യാങ്കളിയിലേക്കും ജീവനെടുക്കുന്ന തരത്തിലേക്കും ഇതിനു മുൻപ് അതായത് അത്ര കണ്ട് ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ അതായത് സമീപവാസികൾ അറിഞ്ഞേനെ. പക്ഷേ ഈ ഒരു ഇത്രയും വലിയൊരു വഴക്ക് നടന്നിട്ടും അത് മരണത്തിലേക്ക് അടക്കം എത്തിയിട്ടും സമീപവാസികൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഒരു രതീഷ് തന്നെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നു. ആ സുഹൃത്തുക്കൾ വഴി പോലീസ് അറിയുന്നു. അപ്പോൾ ഇത് കയ്യബദ്ധം പറ്റിയതാണോ, ഒപ്പം തന്നെ കരുതിക്കൂട്ടി അതായത് ഭാര്യയെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പലയിടങ്ങളിലും കാണുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലുള്ള കരുതിക്കൂട്ടിയുള്ള കുടുംബങ്ങൾക്കിടയിൽ തന്നെയുള്ള കൊലപാതകങ്ങളും അത്തരത്തിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കൊലപാതകത്തിലേക്കും മറ്റും കടക്കുന്ന ഒരു കാര്യം നമ്മൾ കേരളത്തിലുടനീളം കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു കൊല നടക്കുമ്പോൾ അത് സമീപവാസികൾ അറിഞ്ഞില്ല എന്നതും ഒരു ദുരൂഹത നിലനിൽക്കുന്നു. ഒപ്പം സുഹൃത്തുക്കൾ വഴിയാണ് പുറം ലോകം അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിലവിലുള്ള പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യപിച്ചെത്തിയ രതീഷുമായി ഉണ്ടായ ഒരു വാക്ക് തർക്കം അത് ഒരു ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കും ഒപ്പം ദേഹോപദ്രവം ഏൽക്കുന്നതിലേക്കും എത്തിക്കുന്നു. തുടർന്ന് ഈ ഒരു യുവതിയുടെ മരണത്തിന് അത് കാരണമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു മരണം ആണ് ആ ഒരു ആക്രമണം നടന്നത് എന്നുമാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതല്ല ഒരു കരുതിക്കൂട്ടി ഈ ഒരു രതീഷ് നടത്തിയ ഒരു കൊലപാതകമാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം കൃത്യമായി ഒരു സമീപവാസികൾ നിന്നുള്ള മൊഴികളും മറ്റും രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം വരികയുള്ളൂ. ശ്രീജ. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിലാണ് രണ്ടാം ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കൊന്നത്. അത് മർദ്ദനത്തിനിടെ ഉണ്ടായ മരണമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സുഹൃത്തിനെ ഇയാൾ തന്നെ വിളിച്ചറിയിച്ചതനുസരിച്ചാണ് പോലീസ് വീട്ടിലെത്തിയത്. ഈ പെൺകുട്ടിയെ വിദ്യയെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. സ്ഥിരം മദ്യപാനിയാണ് എന്ന വിവരങ്ങളടക്കം വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.